ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എനിക്കൊരു കാര്യം ജസ്റ്റ് പറയാനുണ്ട്. ഞാൻ ചിലപ്പോൾ വീഡിയോസ് എടുക്കുമ്പോൾ ഓഡിയോ കുറച്ച് ക്ലിയർ ആകാതെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒന്ന് ഹെഡ്സെറ്റ് ഉപയോഗിച്ചാൽ നന്നായിരിക്കും. ചില സമയത്ത് എൻ്റെ മൈക്കിന് ഒരു ചെറിയ കംപ്ലയിൻസ് ഉണ്ട്. അപ്പം ഭയങ്കര ഇറിറ്റേഷൻ പോലെ വീഡിയോസിൽ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ മൈക്ക് ഊരി വെച്ചിട്ട് നമ്മൾ സംസാരിക്കും. അപ്പോൾ ഓൺ വോയിസ് ആകുമ്പോൾ ചിലപ്പോൾ വീഡിയോ വരുമ്പോൾ അത്ര ചിലപ്പോൾ ഓഡിയോ ക്വാളിറ്റി ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് കഴിഞ്ഞ ഭരണങ്ങളൊക്കെ വിലയിരുത്തി തന്നെ നമ്മൾ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തുക. അടുത്ത ഒരു 5 years വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, അല്ലെങ്കിൽ സാധനങ്ങളുടെ തീ പിടിച്ച വില, നമുക്കൊരു 1000 രൂപ കൊണ്ട് പോയാൽ സകല സാധനങ്ങളും ഒരു മാസത്തേക്ക് വാങ്ങിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യം പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എത്ര രൂപ കൊണ്ടുപോയാലും നമ്മളതിൻ്റെ ടാക്സൊക്കെ കാണുമ്പോൾ ഓരോ പ്രധാനപ്പെട്ട നമ്മുടെ അവശ്യ വസ്തുക്കൾ എന്ന് പറയില്ലേ, നമ്മുടെ ഡെയിലി ഡയറ്റിൽ വരുന്ന സാധനങ്ങൾക്ക് തന്നെ അതിൻ്റെ വിലയും അതിന് എടുക്കുന്ന ടാക്സൊക്കെ കാണുമ്പോൾ നമുക്കിപ്പം സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് ബില്ലിന് താഴെ നോക്കിയാൽ അറിയാം നമ്മൾ വാങ്ങിയ സാധനങ്ങൾക്ക് എത്ര ടാക്സ് എടുത്ത് GST എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വരെ നമ്മൾ ഇങ്ങനെ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായ മനുഷ്യന് ഭക്ഷണവും വെള്ളവും അവർക്ക് ജീവിക്കാനൊരു പാർപ്പിടമോ കൊടുക്കാൻ പറ്റാത്ത ആളുകളെ നമ്മൾ വീണ്ടും വീണ്ടും ജയിപ്പിച്ച് മണ്ടന്മാരാകുന്ന കുറേ ജനങ്ങൾ താമസിക്കുന്ന നാടാകരുത് കേരളം. നമുക്ക് ചിന്തിക്കാൻ ഉള്ള ഒരു മനസ്ഥിതി കാണിക്കുക, ചിന്തിക്കുക, പ്രവർത്തിക്കാൻ ധൈര്യം കാണിക്കുക. ചിലരുണ്ട്, നമ്മൾക്ക് അത് ചെയ്തു തന്നാണല്ലോ, അപ്പം ഇപ്രാവശ്യത്തെ വോട്ട് അങ്ങോട്ട് കൊടുത്തേക്കും, അടുത്ത പ്രാവശ്യം വിചാരിക്കും ഇന്ന കാര്യം എനിക്ക് ചെയ്തു തരുവാണെങ്കിൽ ഞാൻ വോട്ട് തരാം, അപ്പോൾ നമ്മുടെ കാര്യം അപ്പോഴത്തെ കാര്യം നടന്നല്ലോ, അതിന് വേണ്ടിയിട്ട് വോട്ട് കൊടുക്കും. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നിലപാടുകളോ ഭാവിയെ പറ്റിയോ അല്ലെങ്കിൽ നമ്മൾ പത്രമൊന്നും നോക്കുന്നേ ഉണ്ടാവില്ല. അപ്പം ഞാൻ പത്രം നോക്കാത്ത ആളാണെങ്കിൽ തന്നെയും ഞാൻ ന്യൂസ് കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെയൊക്കെ ഒരു സ്ഥിതി എന്താണ്. നമുക്ക് ന്യൂസ് ഫോണിൽ കൂടെ കാണാം. ഇപ്പം ഞാൻ ഫോണിൽ കൂടെ കാണുന്നത് പത്രവാർത്തകൾ എന്ന് പറഞ്ഞ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് PSCക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാണുന്നതാണ്. പക്ഷേ വീട്ടിൽ പത്രം വരുത്താത്തതുകൊണ്ട് ഞാൻ രാവിലെ TV ന്യൂസിൻ്റെ ഇങ്ങനെ കേൾക്കും. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് കേൾക്കുകയാണെങ്കിൽ അതിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന വാർത്തകളും നമുക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് തന്നെ ഒരു ഉത്തരവാദിത്വമുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കുക, നല്ലവരെ തന്നെ ജയിപ്പിക്കുക. അത് ബുദ്ധിപൂർവ്വം ചെയ്തില്ലെങ്കിൽ കഷ്ടപ്പെട്ട് ആളുകൾ, സാധാരണക്കാർ ജീവിതം തന്നെ മടുത്തു പോകുന്ന അവസ്ഥയിലേക്ക് നീങ്ങും. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാർക്ക് ജീവിക്കാൻ ഒരുപാട് സാഹചര്യങ്ങളുള്ള നാടാണ് നമുക്ക്. എല്ലാം കൊണ്ടും, പ്രകൃതി വിഭവങ്ങൾ കൊണ്ടും, എല്ലാം കൊണ്ടും, സാഹചര്യങ്ങളോ കാലാവസ്ഥയാണെങ്കിലും എല്ലാം കൊണ്ടും നമുക്ക് അനുകൂലമായിട്ടുള്ള നാടാണ്. അത്രയും ഗോഡ്സ് ഓൺ കൺട്രി എന്നൊരു പേര് വരെ ഉണ്ടായിട്ടും ഗോഡുകളായിട്ട് കുറേ ആളുകൾ, വ്യക്തികളെ കയറ്റിയിരുത്തിയേക്കുവാണ്. അപ്പോൾ അത് അവരെയൊക്കെ മാറ്റേണ്ടവരെ മാറ്റുക. അതിന് നമ്മളൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ എന്താ പറയുക, ഒരു പാർട്ടിയെ തന്നെ ആശ്രയിച്ച്, അല്ലെങ്കിൽ ഒരു പാർട്ടി നമുക്കൊന്നും ചെയ്തു തരുന്നില്ല, പക്ഷേ കാലകാലങ്ങളായിട്ട് ഞങ്ങൾ വോട്ട് കൊടുക്കുന്ന, ഞങ്ങളുടെ പണി അത് തന്നെ മാറ്റി കുത്തുന്നില്ല എന്ന് വിചാരിച്ചിരുന്നാൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അപ്പം മാറ്റങ്ങൾ ആവശ്യമാണ്. നമ്മളുടെ തൊഴിലില്ലായ്മ, ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസം ഇല്ലായ്മയൊന്നും നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് രൂക്ഷമൊന്നുമല്ല. കാരണം കമ്പൽസറി എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം അധിക ചിലവില്ലാതെ തന്നെ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും ആളുകൾക്ക്
ജീവിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് എല്ലാവരും എന്താ പറയുക പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ അനുകൂലമല്ല, അവിടുത്തെ നിയമങ്ങൾ വേറെ നിയമങ്ങൾക്ക് അനുസരിച്ച് അവർക്കും ടാക്സ് കൊടുത്ത് അവർ പണിയുന്നതിൻ്റെ ഒരു ഭാഗം ആ ഗവൺമെൻറ്റിനും കൊടുത്തതിന് ശേഷം എന്നിട്ട് പോലും അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള പണം നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നത് കൊണ്ടാണ് അവരവിടെ പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ അവർക്ക് ജീവിതത്തിൽ ഒരുമിച്ച് അവരുടെ ഫാമിലിയായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എപ്പോഴായാലും നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടതാണ്. അപ്പോഴും ഇവിടെ ഇങ്ങനെയൊക്കെ അവസ്ഥയെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുക, അവർക്കും ഇവിടെ നിന്നിട്ട് കാര്യമില്ലാതായി പോകും. അപ്പം പിന്നെ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ അത് ഈ വോട്ട് ചെയ്യുന്ന സമയത്ത് തെളിയിക്കുക. നമുക്ക് കിട്ടുന്ന അവസരം നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ നമുക്ക് അവരോട് മറുപടി കൊടുക്കാൻ സാധിക്കും. അതായത് ടോട്ടലി പ്രതികരിച്ച് അല്ലെങ്കിൽ നാക്കുകൊണ്ട് പറഞ്ഞ് പ്രതികരിക്കാൻ പറ്റാത്തവർക്ക് വോട്ടിലൂടെ മറുപടി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് തന്നെ വോട്ട് ചെയ്യുക.